അങ്ങോട്ട് പാർക്ക് ചെയ്തോളൂ. ശരി. സത്യത്തിൽ മിസ്റ്റർ എബ്രഹാം വിളിച്ച് പറഞ്ഞിരുന്നുവെങ്കിലും വരുന്ന റിപ്പോർട്ടർ ഇത്ര ചെറുപ്പമാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്താ മിസ് ശശികലയ്ക്ക് ഈ പ്രൊഫഷനോട് ഇത്ര താല്പര്യം തോന്നാൻ? പത്രപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക് അല്ലേ? റിസ്ക് ആയിട്ട് ഞാൻ കാണാറില്ല. എനിക്കിത് ത്രില്ലാണ്. ഗുഡ്. ശശികല ജോലിയിൽ പ്രവേശിച്ചിട്ട് എത്ര കാലമായി? 6 മാസം. ഓഹോ, അതിനുള്ളിൽ ഇത്ര വലിയ ജോലികളൊക്കെ ഏൽപ്പിച്ചു തുടങ്ങിയോ? അപ്പൊ ശശികല ആള് സ്മാർട്ട് ആയിരിക്കണമല്ലോ. ഇവിടുത്തെ സെല്ലുകളെല്ലാം ഒഴിഞ്ഞെടുക്കുകയാണല്ലോ. ഏയ്, ഹൗസ്ഫുൾ. പകലെല്ലാം തടവുകാർ പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കും. നെയ്ത്ത്, പാറ പൊട്ടിക്കൽ, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം. തൊഴിൽ സമരങ്ങളില്ല, തുച്ഛമായ കൂലി. നമുക്കുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് സെൻട്രൽ ജയിൽ. ഫാക്ടറി കാണാൻ താല്പര്യമുണ്ടോ? ഓ, അതല്ലല്ലോ പ്രധാന കാര്യം. വരൂ. അതാണ് കണ്ടംപ്റ്റ് സെൽ. തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട പ്രതികളെ താമസിപ്പിക്കുന്ന സ്ഥലം. അത് മാത്രം ഹൗസ്ഫുൾ അല്ല, ആകെ 5 പേരേ ഉള്ളൂ. ആ, ഇനി നമുക്ക് ഗാലോസ് കാണാം. വരൂ. ഇതാണ് തൂക്കുമേട. ഇവിടെ തൂക്കുകയറ് കാണുന്നില്ലല്ലോ. സ്ഥിരമായി അങ്ങനെ ഒരു കയറുണ്ടാവാറില്ല. തൂക്കിക്കൊല്ലേണ്ട ആളിന്റെ വണ്ണവും തൂക്കും അനുസരിച്ച് പ്രത്യേകം കയറുണ്ടാക്കാറാണ് പതിവ്. തൂക്കിക്കൊല്ലേണ്ട ആളെ ഈ തട്ടിൽ നിർത്തും. മുഖം കറുത്ത തുണി കൊണ്ട് മൂടും. എന്നിട്ട് കഴുത്തിൽ കുരുക്കിടും. കുരുക്ക് മുറുകി കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിവറുണ്ട്. അത് വലിക്കുന്നതോടെ ഈ തട്ട് താഴേക്ക് പോകും. ഇതൊക്കെ ആകെ തുരുമ്പെടുത്തിരിക്കുകയായിരുന്നു. ആരാച്ചാർക്കും മരിക്കുന്നവർക്കും ഒക്കെ ബുദ്ധിമുട്ട്. ഈയിടയ്ക്കാണൊന്ന് പുതുക്കിയത്. പുതുക്കിയിട്ട് ഉദ്ഘാടനം നടന്നിട്ടില്ല. ഈ വരുന്ന 21-ാം തീയതിയാണ് ഉദ്ഘാടനം. ഉദ്ഘാടകൻ ആരാണെന്നറിയാമോ? രവിവർമ്മ. ഇന്ന് തന്നെ 5 പ്രതികളെയും കണ്ട് സംസാരിച്ച് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നാളെ കൂടെ ബുദ്ധിമുട്ടേണ്ടി വരും. എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് തുടങ്ങി വയ്ക്കാം. ആദ്യം രവിവർമ്മയെ തന്നെ ആവാം. എന്താ? ആ കണ്ടംപ്റ്റ് സെല്ലിലെ രവിവർമ്മയെ വിസിറ്റേഴ്സ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ആരോ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. പത്രക്കാരൊന്നും പറയണ്ട. യെസ് സർ. പത്രക്കാരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ വരാൻ മടി കാണിക്കും. വലിയ പണക്കാരനും രാജകുടുംബത്തിലെ അംഗവുമൊക്കെ ആയിട്ടും ഇന്നേ വരെ അയാളെ കാണാൻ ബന്ധുക്കളാരും വന്നിട്ടില്ല. ഇപ്പൊ വന്നത് വീട്ടുകാരാരെങ്കിലും ആയിരിക്കും എന്ന് ഓർത്ത് മടി കൂടാതെ ഓടി വരും. ആ, വിസിറ്റേഴ്സ് റൂമിൽ വെയിറ്റ് ചെയ്യൂ. 10 മിനിറ്റുള്ളിലെത്തും. ആ, നിൽക്കൂ. ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. റിക്വസ്റ്റ് അല്ല, ഇറ്റ് ഈസ് എൻ ഓർഡർ. രവിവർമ്മയുടെ ഫിസിക്കൽ കണ്ടീഷൻ അത്ര ശരിയല്ല. പക്ഷെ അതൊരു ന്യൂസ് ആക്കരുത്. എന്ത് പറ്റി സർ? തടവ് പുള്ളികളെ തല്ലരുതെന്നാണ് ചട്ടം. പ്രത്യേകിച്ചും തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവര്. തല്ലേണ്ടി വന്നാൽ തല്ലാതിരിക്കാൻ ഒക്കുമോ? ഒരാഴ്ച മുമ്പ് പുള്ളി ജയിൽ ചാടാൻ ഒരു ശ്രമം നടത്തി. വാർഡർമാർ പിടിച്ചു. ഇപ്പൊ സുഖമായി. 5-6 ദിവസം ചികിത്സയിലായിരുന്നു. ആ, അങ്ങോട്ട് പോയിക്കോളൂ.
രവിവർമ്മയെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ കാണാമെന്നാണോ? ആരാ? മനസ്സിലായില്ല. ഇവിടെ വന്ന് എന്നെ കാണാൻ മാത്രം അടുപ്പമുള്ള ബന്ധുക്കളാരും എനിക്കില്ല. മേഴ്സിയുടെ ആരെങ്കിലാണോ? അല്ല, പറഞ്ഞാൽ നിങ്ങൾ അറിയില്ല. കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നതാണ്. പത്രക്കാരാണല്ലേ? എനിക്കൊന്നും പറയാനില്ല. നിൽക്കൂ. നിങ്ങൾ എന്തിനാണ് മേഴ്സിയെ കൊന്നത്? എന്ത് തെറ്റാണ് മേഴ്സി നിങ്ങളോട് ചെയ്തത്? പറയൂ, എന്ത് തെറ്റാണ് മേഴ്സി നിങ്ങളോട് ചെയ്തത്? പറയാൻ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അയാൾ സഹകരിക്കാൻ പ്രയാസമായിരിക്കുമെന്ന്. പിന്നെ കേസിനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്കറിയാമല്ലോ. എനിക്കറിയാവുന്നതൊക്കെ ഞാനും പറഞ്ഞു തരാം. അയാളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ജയിലറോടും ഗാർഡുകളോടും ചോദിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത്രയ്ക്കൊക്കെ മതി. കാണാത്തവരെ കണ്ടു എന്ന് പറഞ്ഞ് പത്രത്തിൽ എഴുതുന്നവരല്ലേ നിങ്ങൾ? ശശികല ആകെ അപ്സെറ്റായെന്ന് തോന്നുന്നു. ഏയ് ഇല്ല.